ഹലോ, ലിസുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലിസി. നമ്മൾ ഇന്നിവിടെ ഒരു ചുരിദാർ മോഡൽ നൈറ്റി തന്നെയാണ് തയ്ക്കുന്നത്. അതിൻ്റെ കഴുത്തൊക്കെ നമുക്ക് കുറച്ച് ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് തയ്ക്കാം. ഇത് നമ്മൾ പീസായിട്ട് വാങ്ങുന്ന നൈറ്റി തുണിയാണ്. അതിന് 3 മീറ്റർ തുണിയാണുള്ളത്. അത് നമ്മൾ മുഴുവനായിട്ട് തന്നെ എടുക്കുകയാണ്. കാരണം അവർക്ക് ഇറക്കം നല്ല ഇറക്കം വേണ്ടിയതാണ്. 56 ഇഞ്ച് ഇറക്കം വേണം. ഇത് നമുക്ക് തുണിക്കുള്ളത് 57 ഇഞ്ച് ഇറക്കമാണ്. ഇതിൽ കാര്യമായിട്ട് മടക്കി തയ്ക്കാനായിട്ട് ഉണ്ടാകിയല്ലോ. അപ്പോൾ നമുക്ക് ഇറക്കമൊന്നും ഇപ്പം നോക്കേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ 4ആയിട്ട് മടക്കും, താഴോട്ടും സൈഡിലേക്കുമായിട്ട് 4ആയിട്ട് നമ്മൾ മടക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഓപ്പൺ ഇല്ലാത്ത ഭാഗമാണ് നമ്മൾ നിൽക്കുന്ന സൈഡിലായിട്ട് നമ്മൾ വരുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ഒരു ഇച്ചിരി വണ്ണമുള്ള ആൾക്കാണ്, 38 ഇഞ്ച് വണ്ണമൊക്കെ ഉള്ള ആൾക്കാണ് നമ്മളിത് തയ്ക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ വണ്ണം എടുക്കുന്ന ഒരു 12.5 നമുക്ക് എപ്പോഴും കൂട്ടിയെടുക്കാം. നമുക്ക് വണ്ണം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വണ്ണം കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ ഒരു കുറച്ച് കൂട്ടിയെടുക്കും. ഒരു 12.5 ഇഞ്ച് വണ്ണം നമുക്ക് അടയാളപ്പെടുത്താം. കുറച്ച് താഴെയായിട്ടും രണ്ടും ഒരു 12.5 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തുന്നു. ഇനി നമുക്ക് വേണ്ടിയത്, ഇനി അടുത്ത് നമുക്ക് ഷോൾഡറാണ് അടയാളപ്പെടുത്തുന്നത്. ഷോൾഡർ വേണ്ടിയത് ഒരു 7.5 ഇഞ്ചാണ് ഷോൾഡർ നമുക്ക് വേണ്ടത്. അതുപോലെ കുറച്ച് താഴെ ഒന്നും കൂടെ മാർക്ക് ചെയ്യുക. താഴോട്ടുള്ള കൈക്കുഴിയും നമ്മൾ എടുക്കുന്നത് 7.5 ഇഞ്ച് തന്നെയാണ്. ഇഞ്ച് നമ്മൾ സൈഡിലും 7.5 തന്നെ അടയാളപ്പെടുത്തുക. എന്നിട്ട് നമുക്ക് സാധാരണ നമ്മൾ കൈക്കുഴി വെട്ടുന്ന പോലെ ബോക്സ് പോലെ ആക്കാം. ബോക്സ് പോലെ ആക്കിയിട്ട് നമുക്ക് കൈക്കുഴി വെട്ടാം. അത് 1 ഇഞ്ച് പിന്നെ മുകളിലേക്ക് കുഴിച്ച് നമ്മളിപ്പോൾ സാധാരണ എടുക്കുന്ന മാതിരി തന്നെ അങ്ങോട്ട് എടുക്കുക, കൈക്കുഴി വരയ്ക്കുക. ഇനി നമുക്ക് വേണ്ടിയത് അടിയിലേക്ക് നമുക്ക് ഇറക്കം നമുക്ക് ഒരു ഷേപ്പിന് വരുന്ന ഇറക്കം വരുന്നത് ഒരു 14 ഇഞ്ച്, ഒരു 14 മാർക്ക് ചെയ്യുക. 14 ഇഞ്ചുള്ളിടത്തൊരു മാർക്ക് ചെയ്യുക. പിന്നെ ഒരു 18 ഇഞ്ചിനും മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് 14 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തെടുത്ത് നമ്മൾ 1 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്യാം. എന്നിട്ട് മുകളിൽ നിന്ന് ഷേപ്പായിട്ട് വരച്ച് താഴെ വരെ പോകാം. ഇനി നമുക്ക് വെട്ടിയെടുക്കാം. ഇനി നമുക്ക് മിച്ചം കിട്ടിയിരിക്കുന്ന തുണി ഇതേ ഉള്ളൂ. നമുക്ക് തുണി അതിൽ നിന്ന് വേണം നമുക്ക് കൈ എടുക്കാൻ വേണ്ടിയിട്ട്. ഫ്രണ്ടും ബാക്കും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തിരിക്കുകയാണ്. രണ്ടും മടക്കിലാണ് കിടക്കുന്നത്. 2 മടക്കും കൂടെ അവിടെ സൈഡ് വെട്ടിയാൽ നമുക്ക് 2 പീസായിട്ട് ഫ്രണ്ടും ബാക്കുമായിട്ട് നമുക്ക് കിട്ടും. സെൻറ്ററിൽ ഒരു മാർക്കും കൂടെ കൊടുക്കുക. അതെടുത്ത് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഇനി നമുക്ക് വേണ്ടിയത് കൈയാണ് എടുക്കേണ്ടത്. ഒരു 7.5 ഇഞ്ച് ഇറക്കമാണ് വേണ്ടിയത്. പക്ഷേ 7.5 ഇഞ്ച് നമുക്ക് ഇവിടുന്ന് ഇത് കിട്ടൂല. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് കിട്ടുന്നതനുസരിച്ച് എടുത്തിട്ട് അടിയിൽ നമുക്കൊരു പടി വെച്ച് കൊടുക്കാം. അതിനുള്ള ആ ഇറക്കത്തിനനുസരിച്ച് ഇവിടെ ഇപ്പോൾ നമുക്കൊരു 7 ഇഞ്ച് കിട്ടുള്ളൂ. 7 ഇഞ്ച് എടുക്കുക. 7 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇങ്ങോട്ടേക്ക് ഒരു 10.5 ഇഞ്ച് വണ്ണവും അടയാളപ്പെടുത്തുക. മുകളിൽ നമ്മൾ 7 അടയാളപ്പെടുത്തില്ല, അതുപോലെ 7 എടുത്ത് വെക്കുക. അതിൽ താഴോട്ടൊരു 4 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. അടിയിൽ കൈയുടെ വണ്ണം നമുക്കൊരു 7 ഇഞ്ച് കൈയുടെ വണ്ണം മതി. അപ്പോൾ നമുക്ക് അവിടെ തുമ്പിനും കൂടെ കൂട്ടി 8 ഇഞ്ച് നമുക്ക് കൈക്ക് വണ്ണം എടുക്കാം. കൈയുടെ അടിയിലത്തെ വണ്ണം 8 ഇഞ്ച്. അപ്പോൾ 8ഉം ആ പോയിൻറ്റും കൂടെ കൂട്ടി യോജിപ്പിക്കുക. ഇനി മുകളിലേക്ക് ഷേപ്പിലും വെച്ചും കൊടുക്കുക. ഇനി നമുക്ക് വരച്ചിരിക്കുന്നതിൽ നമുക്ക് കൈ വെട്ടിയെടുക്കാം. ഇവിടെ നമ്മൾ 7 ഇഞ്ചല്ലേ നമുക്ക് ഇതിന് ഇറക്കം കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് 7 ഇഞ്ച് പോരാ, 7.5 ഇഞ്ച് വേണം. അപ്പോൾ നമുക്ക് ഇത് 7 ഇഞ്ച് എടുത്തു കഴിഞ്ഞാൽ തയ്ച്ചൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് തുമ്പ് പോയി കഴിഞ്ഞാൽ 6 ഇഞ്ചേ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അടിയിൽ നമുക്ക് ഒരു കഷ്ണം വെച്ച് കൊടുത്തിട്ട് പടിയായിട്ട് വെച്ച് കൊടുക്കാം. അന്നേരം നമുക്ക് ആവശ്യമുള്ള ഇറക്കം കിട്ടും. അതിൻ്റെ സെൻറ്ററും അടയാളപ്പെടുത്താം. ഇനി ബാക്ക് പീസ് എടുക്കുക. ബാക്ക് പീസിൽ നമുക്ക് കഴുത്ത് നമുക്ക് അടയാളപ്പെടുത്താം. അതിലേതെങ്കിലും ഒരു പീസ് എടുത്താൽ മതി. ഒരു പീസ് ബാക്കായിട്ടും ഒരു പീസ് ഫ്രണ്ടായിട്ടും എടുക്കാം. ഇപ്പോൾ ഇട്ടിരിക്കുന്ന പോലെ തന്നെ 2ആയിട്ട് മടക്കിയിടുക. കഴുത്തിൻ്റെ ഇറക്കം നമ്മളൊരു 3 ഇഞ്ചാണ് കഴുത്തിൻ്റെ ഇറക്കം എടുക്കുന്നത്. ബാക്ക് കഴുത്താണ്. ബാക്ക് കഴുത്തിൻ്റെ ഇറക്കം 3 ഇഞ്ചും
നമ്മൾ കഴുത്തിൻ്റെ വിരിവ് വരുന്നത് നമ്മൾ 3.5 നമ്മൾ എടുക്കേണ്ടത്. പക്ഷേ ഇവിടെ നമ്മൾ ഒരു 3.25 എടുക്കുന്നുള്ളൂ. ഫ്രണ്ടിൽ നമ്മൾ 3.5 എടുക്കുന്നത്. ഇതിവിടെ നമ്മൾ വെട്ടിപ്പോകുമ്പം അത്രയും തുമ്പ് അവിടെ നമുക്ക് പോകുന്നതുകൊണ്ടാണ് ഒരു 1/4 ഇഞ്ച് നമ്മളിവിടെ കുറച്ചെടുത്തിരിക്കുന്നത്. നമ്മളൊരു 3.5 കഴുത്തിൻ്റെ അകലം എടുക്കുന്നത്. ഇപ്പം നമ്മൾ പക്ഷേ ഇവിടെ വെട്ടിയെടുക്കുന്നതുകൊണ്ട് 3.25 എടുത്തു. 3.25 എടുത്തിട്ട് നമുക്ക് ആ കഴുത്ത് യു ഷേപ്പിൽ നമുക്ക് അങ്ങോട്ട് വരച്ചെടുക്കും. ഇപ്പോൾ വരച്ചതിൽ നമുക്ക് വെട്ടിയെടുക്കാം. ഇനി നമുക്ക് എടുക്കേണ്ടത് ഫ്രണ്ട് പീസാണ് നമ്മൾ എടുക്കുന്നത്. ഫ്രണ്ട് പീസ് ഇതുപോലെ തന്നെ മടക്കിയിടുക. മുകളിൽ നിന്ന് താഴേക്ക് ഒരു 13 ഇഞ്ച് അടയാളപ്പെടുത്തും. 13 ഇഞ്ച് നമുക്കവിടെ ഒരു മാർക്ക് ചെയ്യാം. ആ മാർക്ക് ചെയ്തിരിക്കുന്നത് വരെ സെൻറ്ററിലൂടെ ഇങ്ങനെ കീറിക്കൊടുക്കാം. ഫ്രണ്ട് പീസിൻ്റെ കഴുത്ത് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. അതിന് നമ്മൾ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 13 ഇഞ്ച് താഴെ വരെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 13ൻ്റെ കൂടെ ഒരു കുറച്ചുകൂടെ തീട്ട് ഒരു 16 ഇഞ്ച് നീളത്തിൽ കുറച്ച് വീതിയിൽ ഒരു 6 ഇഞ്ച് വീതിയിലും ആയിട്ടൊരു 2 പീസ് തുണി എടുക്കുക. 2 പീസ് എടുക്കുക. ആ 2 പീസ് തുണി നമ്മൾ അതിൻ്റെ മുകളിലേക്ക് തന്നെ മറ്റേതിൻ്റെ മുകളിലേക്ക് 2 പീസ് ഒരുപോലെ വെക്കുക. ഇപ്പം നമ്മൾ വരച്ചെടുത്തത് റെക്കോർഡായിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ പറയുകയാണ്. അത് ആ വര കാണുന്നത് അതുകൊണ്ടാണ്. നമുക്ക് 3.5 ഇഞ്ച് കഴുത്തിൻ്റെ അകലം അടയാളപ്പെടുത്തുക. 3.5 കഴുത്തിന് അകലം, താഴോട്ട് ഒരു 2 ഇഞ്ചും അടയാളപ്പെടുത്തിയിട്ട് ആ 2 പോയിൻറ്റുകൾ തമ്മിൽ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാം. കർവിലല്ല, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരയ്ക്കാം. എന്നിട്ട് ആ ഭാഗം നമുക്ക് വെട്ടിമാറ്റാം. ഇനി നമുക്ക് വേണ്ടിയത് ഇപ്പോൾ എടുത്തിരിക്കുന്ന ബ്ലാക്ക് ആ പീസ് നമ്മൾ മറ്റേ നൈറ്റിയുടെ പീസിലേക്ക് നമ്മൾ അടിച്ചു പിടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് നമുക്കത് വിടുത്തെടുക്കാം. ഇനി നമ്മളത് വിടർത്തിയെടുത്തിട്ട് അതിൻ്റെ നൈറ്റിയുടെ പീസിൻ്റെ നല്ല വശത്തേക്ക് ഇപ്പം നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന ബ്ലാക്ക് പീസ് ആണ് വെക്കുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ വെട്ടി വെച്ചിരിക്കുന്നതാണ്, അതുപോലെ തന്നെ എടുത്തു വെക്കുക. ഇനി അതിലൂടെ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന പോലെ ഒരു 1/4 ഇഞ്ച് തുമ്പിട്ടിട്ട് നമ്മൾ അവിടെ വരെ തയ്ക്കാം. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലേതും അങ്ങനെ വേണം തയ്ക്കാൻ. നമ്മളിപ്പോൾ കാണിച്ചതുപോലെ നമ്മൾ ഒരു പീസ് കറുത്ത് എടുത്തു വെച്ചിട്ടില്ലായിരുന്നോ? ആ പീസ് നമ്മൾ അതേ ഷേപ്പിൽ നമ്മൾ അങ്ങോട്ട് അടിച്ചെടുക്കുക. ഇത് ആ അടിച്ചിട്ട് അത് ഉള്ളിലേക്ക് മറിച്ചെടുക്കുക. വരുന്നത് അങ്ങനെ അടിച്ചെടുത്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. 2 വശത്തും ഒരേപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നതിനാന്ന് വെച്ചാൽ നമുക്ക് താഴത്തെ ആ മൂലയും ഈ മുകളിൽ നമ്മൾ 3.5 കഴുത്ത് അകലം എടുത്തിട്ടില്ലേ, ആ മൂലയും കൂടെ കൂടെ മടക്കി കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഇരിക്കും ഇതുപോലെ. അങ്ങനെ 2 വശവും അതുപോലെ കഴുത്തിന് നമ്മൾ എടുത്തിരിക്കുന്ന 3.5 ഇഞ്ച് അകലത്തിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുക. ആ മടക്കി കൊടുത്തിരിക്കുന്നത് അവിടെ ഇങ്ങനെ മടക്കുക. എന്നിട്ട് അതിൻ്റെ അടിപ്പ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിൽ കൂടെ നമ്മളൊരു അടിപ്പൂടെ അതിലൂടെ അങ്ങോട്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ അതവിടെ പ്രസ് ചെയ്ത് അത് ആ അടിയിൽ വെച്ചിരിക്കുന്ന പീസ് തെന്നി മാറിപ്പോകാതെ ഇരിക്കാൻ അങ്ങനെ ഉറച്ചിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ അതിലൂടെ അടിച്ചത്. ഇനി നമ്മൾക്ക് കഴുത്തിന് ഇത്രയും ഇറക്കം നമുക്ക് വേണ്ട. അപ്പം നമ്മൾ അവിടെ ഒരു കഷ്ണം നമ്മൾ വെച്ച് കൊടുക്കണം. ആ കഷ്ണത്തിന് നമ്മൾ വേറെ നൈറ്റ് അതിൽ നിന്ന് കിട്ടുന്ന ചെറിയൊരു പീസാണ്. നമുക്ക് ഇതിനകത്ത് തുണിയൊക്കെ വളരെ കുറവാണ്. എങ്കിൽ ആ പീസ് നമുക്ക് ഇച്ചിരി കട്ടിയും കൂടെ കിട്ടിക്കോട്ടെ. അപ്പോൾ നമുക്കത് 2 എണ്ണം ഒരുമിച്ച് വെക്കാം. 2 എണ്ണം കൂട്ടി യോജിപ്പിച്ചിട്ട് അടിയിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ കഴുത്തിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് നമുക്കൊരു 6.5 ഇഞ്ച് എടുക്കാം. കാരണം അടിയിലോട്ട് വിരിവ് കുറവല്ലേ, അപ്പോൾ 6.5 വരെ എടുത്താലും കുഴപ്പമൊന്നുമില്ല. 6.5 ഇഞ്ച് ഇറക്കത്തിൽ വേണം അത് പിടിപ്പിക്കാനായിട്ട്. 6.5 മാർക്ക് ചെയ്യാം. 2 സൈഡിലും 6.5 മാർക്ക് ചെയ്യാം. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കഴുത്തിൻ്റെ അകലം എപ്പോഴും നമ്മളത് പിടിച്ചു വെച്ച ഒരു 7 ഇഞ്ചേ ആകാവുള്ളൂ. അത് 3.5 നമ്മൾ എടുത്തിരിക്കുന്ന കഴുത്തിൻ്റെ അകലം. അപ്പം ഇതിങ്ങനത്തെ ഷേപ്പ് ആയതുകൊണ്ട് മാറിപ്പോകും. അത് മാറാതിരിക്കാൻ വേണ്ടി 7 ഇഞ്ച് കൃത്യമായിട്ട് പിടിച്ചു വെച്ചിട്ട് വേണം നമ്മൾ ആ മറ്റേ പീസ് നമ്മൾ വെച്ച് കൊടുക്കാൻ. അല്ലെങ്കിൽ വ്യത്യാസം വന്നിരിക്കും. നമ്മൾ ആ പീസ് നമ്മളവിടെ അടിച്ചു പിടിപ്പിച്ചിരിക്കുകയാണ്.
നീല പീസ് നമുക്ക് കുറച്ച് കൂടുതലുണ്ട്. അത് നമ്മൾ എക്സ്ട്രാ വെറുതെ നമ്മളൊരു അളവൊന്നും അല്ലല്ലോ കണക്കാക്കി എടുത്തതല്ല. അത് നമുക്ക് കുറച്ച് മുറിച്ച് കളഞ്ഞിട്ട് തുമ്പൊളിച്ച് നമുക്ക് അടിക്കാം. എന്നിട്ട് നല്ല പീസയിലേക്കൊന്ന് കൈകൊണ്ട് തുന്നി പിടിപ്പിക്കണം. അവിടെ അടിച്ച് പിടിപ്പിക്കാൻ പാടില്ല. പിടിപ്പിച്ച് അത് പുറമേ കാണും. നമ്മളെ സൈഡ് തുമ്പൊളിച്ച് തയ്ക്കാൻ പറഞ്ഞത് നമ്മളിത് തയ്ച്ചിരിക്കുന്നതാണ് ഈ കാണിക്കുന്നത്. അതിനി ചേർന്നിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൈകൊണ്ട് തുന്നിയും കൂടെ കൊടുക്കുക. അപ്പോൾ പിന്നെ അത് ഒരിക്കലും മാറിപ്പോകാതെ അവിടെ പ്രസ് ചെയ്ത് ഇരുന്നോളും. ഇനി നമുക്ക് ബാക്ക് പീസിൻ്റെ കഴുത്താണ് തയ്ക്കേണ്ടത്. ബാക്ക് പീസിൻ്റെ കഴുത്ത് തയ്ക്കാൻ വേണ്ടിയിട്ട് ക്രോസ് പീസ് വേണം. ഇത് അതിൽ നിന്ന് കിട്ടിയ കഷ്ണത്തിൽ നിന്ന് ഞാൻ മുറിച്ചെടുത്തതാണ്. ക്രോസ് ആയിട്ട് വേണം നമ്മൾ തുണി വെട്ടാൻ വേണ്ടിയിട്ട്. എന്നാലേ കഴുത്ത് ശരിക്ക് മടങ്ങിയിരിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ അവിടെ പാളിച്ച് വീഴും. അതിന് വേണ്ടിയിട്ടാണ് അത്. ക്രോസ് വെട്ടാൻ എല്ലാവർക്കും അറിയാമായിരിക്കുമെങ്കിലും ഞാനത് ഒന്നും കൂടെ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ വെച്ചിരിക്കുന്ന പോലെ ചെരിച്ച് വെച്ചിട്ട് വേണം നമ്മൾ വെട്ടായെടുക്കാൻ വേണ്ടി. ക്രോസ് പീസ് എപ്പോൾ വെക്കുന്നതിനും കഴുത്ത് എവിടെ വെക്കുന്നതിനും നമ്മളങ്ങനെ ക്രോസ് ആയിട്ട് വേണം തുണി വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമുക്ക് വെട്ടിയെടുത്തിട്ട് വേണം വെക്കാൻ. ഒരു സൈഡ് അടിച്ചു കൊടുക്കുക. ഇത് 2 ചെറിയ കഷ്ണം അതുപോലെ വെട്ടിയെടുത്തിരിക്കുന്നതാണ് ആ തുണിയുടെ. അത് 2 കഷ്ണം കൂടെ കൂട്ടി യോജിപ്പിക്കുക. കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്ക് അതിലേക്ക് പിടിപ്പിക്കുന്നത് ഇത് ഇത്രയും വീതി ഉള്ളതുകൊണ്ട് നമുക്ക് 2 മടക്കായിട്ടെടുക്കാം. 2 മടക്കായിട്ടെടുത്തിട്ട് ഒരു 1/4 ഇഞ്ച് വിട്ട് നമുക്ക് അടിച്ചു കൊടുക്കണം. നമ്മളിവിടെ തയ്ച്ചിട്ടുണ്ടെന്ന്. ഇനിയിപ്പോൾ അത് ഈ കഴുത്തൊക്കെ ആകുമ്പോൾ എപ്പോഴും മറിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇടയ്ക്ക് ഓരോ വെട്ട് കൊടുക്കുക. എന്നാലേ അത് നന്നായിട്ട് മറിഞ്ഞ് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ അവിടെ ചുളിവൊക്കെ വരും. അതിന് വേണ്ടിയിട്ടാണ് കഴുത്ത് തയ്ക്കുമ്പോൾ എപ്പോഴും നമ്മളങ്ങനെ വെട്ടി കൊടുക്കണം. എവിടെയാണെങ്കിലും വളഞ്ഞിട്ടായിട്ട് തയ്ക്കുന്ന എല്ലാ ഭാഗത്തും നമ്മളിതുപോലെ വെട്ടി കൊടുക്കണം. ഇല്ലെങ്കിൽ അവിടെ നന്നായിട്ട് മറിഞ്ഞ് കിട്ടിയാലാണ്. ഇനി അത് ഇപ്പോൾ തയ്ച്ചിരിക്കുന്ന ഭാഗം ഒന്ന് മറിച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് പ്രസ് ചെയ്തടിക്കുക. അതിന് ശേഷം മടക്കി കൊടുക്കുക. മടക്കിയിട്ട് അതിൻ്റെ മുകളിൽ കൂടെ അടിക്കുക. അങ്ങനെ ബാക്കിലെ കഴുത്ത് നമ്മൾ തയ്ക്കുക. നമ്മൾ ഇത് ബാക്കിലെ കഴുത്ത് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെ ഫ്രണ്ടും ബാക്കും കൂടെ കൂട്ടിപ്പിടിപ്പിക്കാനും ഷോൾഡർ കൂട്ടിപ്പിടിപ്പിക്കാനും ചെയ്യേണ്ടത്. അപ്പോൾ ബാക്ക് ഇപ്പോൾ വെച്ചിരിക്കുന്ന പോലെ തന്നെ അതിൻ്റെ നല്ല വശത്തേക്ക് ഫ്രണ്ടിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിലേക്കായിട്ട് എന്ന് വെച്ചാൽ ഫേസ് ടു ഫേസ് ആയിട്ട് വേണം നമ്മൾ വെക്കാൻ. അങ്ങനെ വെച്ചിട്ട് ഷോൾഡർ തമ്മിൽ കൂട്ടിയടിക്കാം. ഇനി നമുക്ക് കൈയാണ് പിടിപ്പിക്കേണ്ടത്. കൈക്ക് നമ്മൾ വെട്ടിവെച്ച കൈക്ക് നീളം കുറവായിരുന്നു. 7 ഇഞ്ച് നീളമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമുക്ക് 7.5 ഇഞ്ച് നീളം വേണ്ടിയതാണ്. അപ്പോൾ മുകളിലും താഴെ അതിൻ്റെ തുമ്പ് പോകുന്നത് കൊണ്ട് നമ്മളൊരു പടി വെച്ച് പിടിപ്പിക്കുകയാണ്. ആ പടി വെച്ച് പിടിപ്പിക്കുന്നത് ആദ്യം നമ്മൾ മുകളിൽ നല്ല വശത്ത് തന്നെ ഒന്ന് വെച്ച് 1/4 ഇഞ്ച് വീതിയിൽ നമ്മളൊന്ന് അടിച്ചു പോവുക. നമ്മൾ പറഞ്ഞ പോലെ ഇതാ ഒന്ന് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടിയത് ആ സൈഡ് ഒന്ന് മടക്കുക. ചെറുതായിട്ട് ഒന്ന് മടക്കിയിട്ട് തിരിച്ചിട്ട് തുമ്പുള്ളിലോട്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ കൂടെ കൊടുക്കുക. ഇനി മറിച്ച് വെക്കുക. അതിൻ്റെ പിന്നെ മുകളിൽ കൂടെയോ അല്ലെങ്കിൽ കുഴിയിൽ കൂടെയോ അടിക്കുക. എന്താ നമ്മൾ അടിച്ചിരിക്കുന്നത്. ഇപ്പം നമുക്ക് കൈക്ക് നീളം കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ ഒരു ഷോയാണ് അങ്ങനെ ആ നീല വെച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടും കൂടെ നമുക്ക് ആ നീല വയ്ക്കാം. നമ്മൾ 2 കൈയുടെ പടി പിടിപ്പിച്ചു കഴിഞ്ഞു. ഇതിനി 2 കൂടെ ഫേസ് ടു ഫേസ് ആയിട്ട് വെക്കുക. വെച്ചിട്ട് നമ്മൾ ഫ്രണ്ട് പീസിലേക്ക് ഉള്ള വശം നമ്മൾ കുറച്ച് പിന്നെ വെട്ടിക്കളയുകയാണ് ചെയ്യുന്നത്. ഫ്രണ്ടിലേക്കുള്ളത് മാത്രം കുറച്ച് ഭാഗം ഉള്ളിലേക്ക് കയറ്റി വെട്ടാം. ഇനി നമുക്ക് ഈ കൈ നമുക്ക് നൈറ്റിയിലേക്ക് പിടിപ്പിക്കാം. നൈറ്റിയുടെ ഷോൾഡർ നമ്മൾ കൂട്ടിപ്പിടിപ്പിച്ചിട്ടുണ്ട്. കൂട്ടിപ്പിടിപ്പിച്ചതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് കൈയെടുത്ത് വെക്കാം. കൈയുടെ അകവശം വേണം വെക്കാനായിട്ട്. അതും നൈറ്റിയുടെ ഫ്രണ്ട് വശത്തേക്ക് നമ്മൾ ആ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗം വരത്തക്ക വിധത്തിൽ വേണം അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് 2 കൈയും അതുപോലെ തന്നെ നമ്മൾ അങ്ങനെ അടിച്ചെടുക്കുക. കൈ നമ്മൾ പിന്നെ നൈറ്റിയിലേക്ക് പിടിപ്പിച്ച് 2 കൈയും പിടിപ്പിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് മറിച്ചാണ് കിടക്കുന്നത്. മറിച്ചിട്ടിട്ട് നമുക്ക് അതിൻ്റെ വണ്ണമാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. കൈയുടെ വണ്ണം എന്ന് പറയുന്നത് ഒരു 7 ഇഞ്ചാണ് കൈവണ്ണം നമുക്ക് എടുക്കേണ്ടത്.
7 ഇഞ്ച് നമുക്ക് കൈവണ്ണം മാർക്ക് ചെയ്യാം. ഇനി ചെസ്റ്റ് വണ്ണത്തിന് വേണ്ടി നമുക്കൊരു 22 ഇഞ്ച് എടുക്കാം. നമ്മൾ ചുരിദാർ മോഡലാന്ന് പറഞ്ഞാൽ നമ്മൾ നൈറ്റി ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ലൂസ് ഇട്ടാണ് നമ്മൾ തയ്ക്കുന്നത്. അതാണ് 22 എടുക്കുന്നത്. 22 ഇഞ്ച് മുകളിൽ 2 വശത്തും തുല്യമായിട്ട് ഇട്ടുകൊണ്ട് വേണം 22 അടയാളപ്പെടുത്താനായിട്ട്. ഇനി നമുക്ക് ഇടവണ്ണം എന്ന് പറയുന്നത് ഒരു 20 അര കൊടുക്കാം. ഇതിനൊക്കെ ഒരു അളവൊന്നും കൃത്യമായിട്ട് നമ്മളിങ്ങനെ അളവെടുക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ ബോഡി ഷേപ്പാണ്, അതിനനുസരിച്ചാണ് നമ്മൾ എടുക്കുന്നത്. ചിലർക്ക് വയറൊക്കെ കൂടുതലുള്ളവർക്കൊക്കെ ആകുമ്പോൾ നമുക്ക് അവിടെ ഇടവണ്ണമൊന്നും ഒരുപാട് കുറയ്ക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് മുകളിലത്തെ ഇതിനേക്കാൾ ഒരു 3 ഇഞ്ചൊക്കെ നമുക്ക് ഇടവണ്ണം കുറയ്ക്കാവുന്നതാണ്. പക്ഷേ നമുക്കിവിടെ ഇപ്പം എന്ന് പറയുമ്പോൾ നൈറ്റിയാണ്, കുറച്ച് ലൂസ് വേണം, പിന്നെ ഇച്ചിരി തടിയൊക്കെ ഉള്ളവർക്കാകുമ്പം അവിടെ നമ്മൾ അതിനകത്ത് കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ എടുത്ത് താഴെയോട്ട് നമ്മൾ വെറുതെ അടിച്ചു വിട്ടാൽ മതി. കാരണം വിരിവ് നമുക്ക് അടിയിലേക്ക് വേണ്ടിയതാണ്. ഇനി ഇപ്പോൾ കാണിച്ചിരിക്കുന്ന പോലെ വരച്ചിരിക്കുന്നതിലൂടെ നമുക്ക് അടിച്ചുകൊണ്ട് വരാം. നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിരുന്നു, അതുപോലെ തന്നെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി വണ്ണം അഡ്ജസ്റ്റ് ചെയ്ത് അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ നൈറ്റിക്ക് നമ്മൾ പറഞ്ഞിരുന്നു ഈ ഇറക്കം ആകപ്പാടെ തുണിക്ക് കിട്ടുന്ന 57 ഇഞ്ചാണ്. അത് 2 ഭാഗത്തെയും തുമ്പും അടിയിലത്തെ അടുപ്പും മുകളിലത്തെ തുമ്പൂടെ പോകുമ്പോൾ അത് കൃത്യമായിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഞാനത് അളവ് നോക്കുകയൊന്നും വേണ്ട, ചെറുതായിട്ട് വീതി കുറച്ചിട്ട് അടിയും അടിച്ചിട്ടുണ്ട്. അപ്പം നമ്മളിത് അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്കൊരു പോക്കറ്റ് വെക്കേണ്ടിയുണ്ട്. പോക്കറ്റ് വെക്കാനൊന്നും ഇതിന് തുണി ഒട്ടും ഇല്ല. ഇനി നമുക്ക് ആ നീല പീസ് വെച്ചിട്ടില്ല, ആ പീസ് എടുത്ത് അതുപോലത്തെ പീസ് കൊണ്ട് വേണം നമുക്ക് പോക്കറ്റ് വെക്കാൻ. പോക്കറ്റും വെക്കണം. പിന്നെ നമുക്ക് ചെയ്യേണ്ട ഇങ്ങനെ മറിച്ച് വെച്ചിരിക്കുന്ന ആ പീസില്ലേ, ആ പീസിൽ കൂടെ നമുക്ക് ചെറിയൊരു എംബ്രോയിഡറി കൊടുത്ത് അതും കൂടെ ഭംഗിയാക്കാം. പിന്നെ ഉള്ളത് നമുക്ക് മടക്കി വെച്ചിരിക്കുന്ന അതിങ്ങോട്ട് മടങ്ങി എപ്പോഴും തിരിഞ്ഞും മറിഞ്ഞും പോരാതിരിക്കാൻ വേണ്ടിയിട്ട് അതും അടിയിലത്തെ പീസും തമ്മിലൊന്ന് സൂചി കൊണ്ടൊന്ന് തുന്നിയിട്ട് പിടിപ്പിക്കണം. അത് മുകളിലത്തെ നീല പീസിൽ വരരുത്, അടിയിലത്തെ 2 പീസും കൂടെ മാത്രം കൂട്ടിയിട്ട് വേണം നമുക്കതവിടെ ഒന്ന് തുന്നിയും കൂടെ കൊടുക്കാം. എല്ലാവരും ഈ രീതിയിൽ നൈറ്റി ഒന്ന് തയ്ച്ചു നോക്കുക. സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ കാണും, അത് ക്ലിക്ക് ചെയ്ത് ഓൾ അമർത്തുക. അപ്പോഴേ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. പിന്നെ തയ്യൽ ഇഷ്ടപ്പെടുന്നവർക്ക് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.